ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ ഫാസിസ്റ്റുകൾ നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന വിമർശനം അത് കലർപ്പാണ്, ഒരു ഒട്ടിപ്പാണ്, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ എടുത്തു ചേർത്തുണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് സംഭവമാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും സാംസ്കാരികമായി തങ്ങളുടേതായ ജീവിതം നയിക്കാൻ കഴിവുള്ളവരാണെന്നിരിക്കെ 3 തരത്തിലുള്ള ഈ സാംസ്കാരിക വിഭജനം നിരുപദ്രവകരമോ നിഷ്കളങ്കമോ അല്ല, മറിച്ച് അതിൽ അടിസ്ഥാനപരമായൊരു തത്വമുണ്ട്. ആ തത്വം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ വിഭാഗത്തിൻ്റെ മേൽക്കോയ്മ മറ്റ് സാമൂഹ്യ വിഭാഗങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. ജാതിയെ അത്രമേൽ സ്വാഭാവികമായി സ്വീകരിക്കാൻ നമ്മൾ പരിശീലിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊരു അപാകതയും കാണാത്ത വിധത്തിൽ ജാതി അനുശാസിക്കുന്ന അർത്ഥത്തിൽ ജീവിച്ചു പോകാൻ ഒരു പ്രയാസവുമില്ലാതെ നാം പരിശീലിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭീകരത സ്വാഭാവികതയായി രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നരകത്തിൻ്റെ നടുവിലും സ്വർഗഗേഹം പണിയാൻ സ്നേഹത്തിന് കഴിയുമ്പോൾ സ്വർഗത്തിൻ്റെ നടുവിലും നരകം പണിയും ജാതി. അതുകൊണ്ട് മോഹം വെടിഞ്ഞ് ജനത്തെ പരസ്പരം സ്നേഹിപ്പാൻ പഠിപ്പിക്കൂ. ജാതി നോക്കി ശിക്ഷ വിധിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് കുറ്റം നോക്കി ശിക്ഷ വിധിക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള മാറ്റം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് ആഗമനത്തോടെയാണ്. അംബേദ്കർ പറയുന്നുണ്ട്, ഇന്ത്യ പോലുള്ള ഒരു ജാത്യാധിപത്യ രാജ്യത്ത് ജനായത്തം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്ര ശരീരത്തിൻ്റെ മേൽപ്പാളി മാത്രമാണ്. അതിൻ്റെ അടിയിലൊക്കെ കിടക്കുന്നത് ഈ ജാതി മേൽക്കോയ്മയാണ്. ജാതി മേൽക്കോയ്മ മുന്നോട്ട് വെക്കുന്ന ശുദ്ധിവാദത്തിൻ്റെ ശിരസിലേറ്റ ഏറ്റവും വലിയ പ്രഹരങ്ങളിലൊന്നായിരുന്നു ഇന്ത്യൻ ഭരണഘടന 1950 ഇന്ത്യയുടെ പ്രമുഖ എഴുത്തുകാരനായ മുൽക്ക് രാജ് ആനന്ദും അംബേദ്കർ കണ്ടുമുട്ടിയപ്പോൾ മുൽക്ക് രാജ് ആനന്ദ് നമസ്തേ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല പറയേണ്ടത്, ഓം മാനി പത്മായെ, പ്രബുദ്ധതയുടെ താമര വിരിയുന്നു. ഇത് ഞാൻ ഓർമ്മിച്ച് പറയാൻ കാരണം ഇന്ത്യൻ ജീവിതത്തിൽ അതിൻ്റെ സ്ഥൂല സൂക്ഷ്മ തലങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന, ഇന്ത്യൻ ജീവിതത്തിൽ മറ്റു പലതും തുറക്കാൻ കഴിഞ്ഞപ്പോഴും ഒരിക്കലും തുറക്കാൻ കഴിയാതിരുന്ന ജാതിപ്പൂട്ട് തുറന്ന പൊളിച്ച മഹാത്മാ അംബേദ്കർ സാധാരണഗതിയിൽ കരുതുന്നത് പോലെ ഭരണഘടന രൂപപ്പെടുത്തുന്നതിൽ വഹിച്ച പ്രധാനപ്പെട്ട പങ്ക് എന്നതിനപ്പുറം അദ്ദേഹം ജാതി മേൽക്കോയ്മയുടെ ഭരണഘടനയായ മനുസ്മൃതി ഏതു തരത്തിലാണ് തകർത്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രാഥമികമായുള്ള ചില നിരീക്ഷണങ്ങൾ നിങ്ങളുടെ അന്വേഷണത്തിന് ആലോചനയ്ക്ക് വേണ്ടി നടത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ ഫാസിസ്റ്റുകൾ നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന വിമർശനം അത് കലർപ്പാണ്, ഒരു ഒട്ടിപ്പാണ്, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ എടുത്തു ചേർത്തുണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് സംഭവമാണ്. ഭാരതത്തിന് വളരെ പ്രാചീനമായ അമൂല്യ സംഹിതയുണ്ട്. അതിനെ ഒന്നും പരിഗണിക്കാത്ത ഒന്നാണ് അംബേദ്കർ രൂപം നൽകിയ ഭരണഘടന എന്നാണ് അതിനെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്ന്. സത്യത്തിൽ ഈ കലർപ്പാണ് അതിൻ്റെ കരുത്ത്, അതിൻ്റെ കാന്തി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ജാതി മേൽക്കോയ്മ മുന്നോട്ട് വെക്കുന്ന ശുദ്ധിവാദത്തിൻ്റെ ശിരസിലേറ്റ ഏറ്റവും വലിയ പ്രഹരങ്ങളിലൊന്നായിരുന്നു ഇന്ത്യൻ ഭരണഘടന എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഭരണഘടനയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് വിദഗ്ധരായ ആളുകൾ എത്രയോ സംസാരിച്ചിട്ടുണ്ട്, ഇനിയും സംസാരിക്കേണ്ടതുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഈ ഭരണഘടനയുടെ രൂപപ്പെടൽ പ്രക്രിയ തന്നെ ഇന്ത്യൻ ജാതി മേൽക്കോയ്മ വ്യവസ്ഥ ഏൽപ്പിച്ച ഗുരുതരമായ പരുക്കിനെക്കുറിച്ചുള്ള ഒരാലോചന അനിവാര്യമാണ്. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് കലർപ്പ് ഒരു കുറ്റമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ വിസ്തൃതമാക്കുന്ന, വിപുലമാക്കുന്ന വൈവിധ്യം എന്ന് പറയുന്നത് എന്തോ പരിമിതിയാണ് എന്നൊരു കാഴ്ചപ്പാട്. ഭാരതം ലോകത്തിൻ്റെ ഗുരുവാണ്. എല്ലാ അറിവും ഇവിടെയാണ് രൂപപ്പെട്ടത്. മറ്റുള്ളവരൊക്കെ
നമ്മെ പിന്തുടരുക മാത്രമാണ് ചെയ്തത്. ഒരർത്ഥത്തിൽ ഇത്തരമൊരാശയം ഹിറ്റ്ലറും ഉന്നയിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, സംസ്കാരം എന്ന് പറയുന്നത് മൗലികമായി 3 സംസ്കാരങ്ങൾ മാത്രമാണുള്ളത്. സത്യത്തിൽ നമുക്കറിയാം, എത്ര മനുഷ്യരുണ്ടോ അത്രയും സംസ്കാരങ്ങൾ രൂപപ്പെടാവുന്നതാണ്. ജീവിത രീതി, വേ ഓഫ് ലൈഫ് എന്ന അർത്ഥത്തിൽ നമ്മൾ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വൈവിധ്യമാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വിസ്മയിപ്പിക്കേണ്ടത്. പക്ഷേ ഹിറ്റ്ലർ പറഞ്ഞത് സംസ്കാരം 3ആയിട്ട് അദ്ദേഹം തിരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഫൗണ്ടേഴ്സ് ഓഫ് കൾച്ചർ, ബിയറേഴ്സ് ഓഫ് കൾച്ചർ, ഡിസ്ട്രോയേഴ്സ് ഓഫ് കൾച്ചർ. 3 വിഭാഗമായി അദ്ദേഹം മനുഷ്യരാശിയെ തിരിച്ചു. ജർമ്മൻകാർ, ആര്യൻ ജനത, അവരാണ് സംസ്കാരത്തിൻ്റെ സൃഷ്ടാക്കൾ. അതേസമയം ഏഷ്യക്കാരുൾപ്പെടെയുള്ളവർ അതിൻ്റെ വെറും പ്രചാരകർ മാത്രമാണ്. എന്നാൽ ജൂത സമൂഹമാകട്ടെ അതിൻ്റെ സംഹർത്താക്കളാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും സാംസ്കാരികമായി തങ്ങളുടേതായ ജീവിതം നയിക്കാൻ കഴിവുള്ളവരാണെന്നിരിക്കെ 3 തരത്തിലുള്ള ഈ സാംസ്കാരിക വിഭജനം നിരുപദ്രവകരമോ നിഷ്കളങ്കമോ അല്ല, മറിച്ച് അതിൽ അടിസ്ഥാനപരമായൊരു തത്വമുണ്ട്. ആ തത്വം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ വിഭാഗത്തിൻ്റെ മേൽക്കോയ്മ മറ്റ് സാമൂഹ്യ വിഭാഗങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. ഇതേറ്റവും കൃത്യമായി ആസൂത്രിതമായി നിർവഹിച്ചത് ഇന്ത്യൻ ജാതി വ്യവസ്ഥയാണ്. അവിടെയാണ് അംബേദ്കറുടെ ഇടപെടൽ. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി ചൂണ്ടിക്കാണിച്ചത്, ഇന്ത്യയിൽ ഒരിക്കലും തുറക്കപ്പെടാത്ത ഒരു വലിയ പൂട്ട് എന്ന അർത്ഥത്തിൽ ഇന്ത്യൻ ജനതയെ ചങ്ങലക്കിട്ട ജാതി മേൽക്കോയ്മ. ആ ജാതി മേൽക്കോയ്മ സത്യത്തിൽ ലോകത്തിലെ തന്നെ ഭീകര അത്ഭുതങ്ങളിൽ ഒന്നാണ്. കാരണം ഇന്നും നമുക്കറിയാം, ജാതിയെ അത്രമേൽ സ്വാഭാവികമായി സ്വീകരിക്കാൻ നമ്മൾ പരിശീലിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊരു അപാകതയും കാണാത്ത വിധത്തിൽ ജാതി അനുശാസിക്കുന്ന അർത്ഥത്തിൽ ജീവിച്ചു പോകാൻ ഒരു പ്രയാസവുമില്ലാതെ നാം പരിശീലിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭീകരത സ്വാഭാവികതയായി രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും സത്യത്തിൽ അതിൻ്റെ സൂക്ഷ്മതലങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരാറില്ല. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ വെച്ച് ഭരണഘടനയെ ജാതിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് എഴുതിയ പ്രബന്ധം മഹാത്മാ അംബേദ്കർ എഴുതിയൊരു പ്രബന്ധമാണ്. ആ പ്രബന്ധത്തിൻ്റെ പേര് ഞാൻ വിചാരിക്കുന്നു അംബേദ്കർ കൃതികളിൽ ഏറ്റവും ചെറിയൊരു പ്രബന്ധം. അത് 17ാമത്തെ വോള്യത്തിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചാപ്റ്റർ 9 ജാതിയും ഭരണഘടനയും എന്നാണ് ആ അധ്യായത്തിൻ്റെ പേര്. ജാതിയും ഭരണഘടനയും. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, യൂറോപ്യൻ അന്യനാണെങ്കിലും നിഷ്പക്ഷനാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഇന്ത്യക്കാരെ അഭിവാദ്യം ചെയ്യുന്നതിന് പകരം യൂറോപ്യന്മാരെ അഭിവാദ്യം ചെയ്യുകയാണോ എന്ന് നമ്മൾ അമ്പരക്കും. പക്ഷെ അമ്പരക്കേണ്ട കാര്യമില്ല. ഒറ്റ ഉദാഹരണം മാത്രം ആലോചിച്ചാൽ മതി. അത് 1885 ഇന്ത്യയിൽ നടന്നൊരു സംഭവമാണ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകുന്നത്. ആ സമയത്ത് ആന്ധ്രയിലെ വിശാഖപട്ടണത്തിൽ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട്. ഒട്ടും വലുതല്ല, പക്ഷേ ജാതി മേൽക്കോയ്മയുടെ ഒരു വ്യാകരണത്തെ സംബന്ധിച്ചിടത്തോളം അത് വലുതാണ്. അത് അവിടുത്തെ ഒരു ശിവക്ഷേത്രത്തിൽ ഒരു തട്ടാൻ കടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. തട്ടാൻ കടന്നു. അദ്ദേഹത്തിൻ്റെ 2 ബ്രാഹ്മണ പുരോഹിതന്മാർ എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തു. അദ്ദേഹം ശിവലിംഗത്തിൽ ഇളനീര് കൊണ്ട് അഭിഷേകം നടത്തി. എന്നാൽ ഭൂരിപക്ഷം വരുന്ന പുരോഹിതർ അതിനെതിരെ കോടതിയിൽ പോയി ക്ഷേത്രം അശുദ്ധമാക്കി എന്നായിരുന്നു. കാരണം ജാതിയിൽ ഏറ്റവും താഴ്ന്നവനായ ഒരാൾ ക്ഷേത്രത്തിൽ കടന്നു എന്നുള്ളത് തന്നെ കുറ്റകൃത്യമാണ്. പിന്നെ അഭിഷേകം നടത്തി എന്നുള്ളത് അതിനേക്കാൾ വലിയ കുറ്റകൃത്യമാണ്. ഇതായിരുന്നു കേസ്. ഈ കേസ് കേട്ടത് 2 പ്രധാനപ്പെട്ട ന്യായാധിപന്മാരാണ്. അതിലൊരാൾ മുത്തുസ്വാമി അയ്യർ. മുത്തുസ്വാമി അയ്യർ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ജഡ്ജാണ്, മഹാപണ്ഡിതനാണ്. വിധവാ വിവാഹം ഉൾപ്പെടെയുള്ള പുരോഗമന നടപടികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ആളാണ്. നഗ്നപാതനാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമ മദ്രാസ് മറീന ബീച്ചിലുണ്ട്. ഇന്ത്യ അഭിമാനത്തോടെ ആദരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഈ കേസിൽ പറഞ്ഞ വിധി, ആ വിധിയാണ് സത്യത്തിൽ
ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി പിൽക്കാല സമരങ്ങളും ഒക്കെ അനിവാര്യമാക്കി തീർത്തത്. അദ്ദേഹം പറഞ്ഞത് ഈ തട്ടാൻ ഈ ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് തെറ്റാണ്, അത് ക്ഷേത്രത്തെ അശുദ്ധമാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു, മുത്തുസ്വാമി അയ്യർ. എന്നാൽ ബ്രിട്ടീഷുകാരനായ ജഡ്ജി ഇതേക്കുറിച്ച് പറഞ്ഞത് ജസ്റ്റിസ് പോട്ടർ. അദ്ദേഹം പറഞ്ഞു ഒരു മനുഷ്യൻ എങ്ങനെ അശുദ്ധമാകും, അതുകൊണ്ട് ഇത് ഡിഫൈൽ എന്നുള്ളതിൽ IPC 295 അതിൽ ഉൾപ്പെടില്ല. അദ്ദേഹം ക്ഷേത്രം അശുദ്ധമാക്കിയിട്ടില്ല. ഒരു മനുഷ്യൻ ഒരു അശുദ്ധ വസ്തുവല്ല. പിന്നെ ശിവലിംഗത്തിൽ അദ്ദേഹം ഒഴിച്ചത് ഇളനീരാണ്, അതും അശുദ്ധമല്ല. അതുകൊണ്ട് ഇദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ജസ്റ്റിസ് പോട്ടർ. അതേക്കുറിച്ചുള്ള മുത്തുസ്വാമി അയ്യരുടെ നിരീക്ഷണം എന്ന് പറയുന്നത്, ജസ്റ്റിസ് പോട്ടർ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ഡിഫൈൽ എന്ന വാക്കിനുള്ള അർത്ഥമാണ് പറഞ്ഞത്. അത് ക്ഷേത്രത്തെ സംബന്ധിച്ച് പ്രസക്തമല്ല. മനുസ്മൃതി അനുശാസിക്കുന്ന ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ ഈ തട്ടാൻ തന്നെ അശുദ്ധ വസ്തുവാണ്. പിന്നെ അഭിഷേകത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് മനുഷ്യനെ അശുദ്ധമായി കാണുക. ഇതാണ് ചണ്ഡാല ഭിക്ഷുകി. ചണ്ഡാല ഭിക്ഷുകിക്ക് ഒരു ആമുഖമുണ്ട്. അത് പ്രൊഫസർ ലക്ഷ്മി നരസുവിൻ്റെ ബുദ്ധമതത്തെക്കുറിച്ചുള്ള പഠനത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ്. അതിൻ്റെ വിപുലീകരണമാണ് സത്യത്തിൽ ചണ്ഡാല ഭിക്ഷുകിയിലുള്ളത്. അതിൽ പറയുന്നുണ്ട്, മോഹം കളഞ്ഞ് ജനത്തെ സ്നേഹിപ്പാൻ പഠിപ്പിക്കുക രാജൻ. സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി നേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമാക്കും. സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം. സ്നേഹം നരകത്തിൻ ദ്വീപിൽ, സ്വർഗഗേഹം പണിയും പടുത്തം. നരകത്തിൻ്റെ നടുവിലും സ്വർഗഗേഹം പണിയാൻ സ്നേഹത്തിന് കഴിയുമ്പോൾ സ്വർഗത്തിൻ്റെ നടുവിലും നരകം പണിയും ജാതി. അതുകൊണ്ട് മോഹം വെടിഞ്ഞ് ജനത്തെ പരസ്പരം സ്നേഹിപ്പാൻ പഠിപ്പിക്കൂ രാജൻ എന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പറയുന്നത് ജാതി മേൽക്കോയ്മ, അതിനെതിരെ അംബേദ്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി രൂപപ്പെടാനിടയായ ഒരു പശ്ചാത്തലം തന്നെ ജത്പത് തോടക് മണ്ഡൽ എന്ന ആര്യസമാജിൻ്റെ ജാതി നശീകരണ സംഘടന. അതാണ് അതിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഈ ജാതി നശീകരണ സംഘടന അംബേദ്കറെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചപ്പോൾ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തിൻ്റെയും അക്കാദമിക് മികവിൻ്റെയും അടിസ്ഥാനത്തിൽ തൻ്റെ അധ്യക്ഷ പ്രസംഗം അവർക്ക് എഴുതി അയച്ചു കൊടുത്തു മുൻകൂറായിട്ട്. ഇതാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. അപ്പോൾ ആ പ്രഭാഷണത്തിൽ ജാതിയെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ ആ സംഘടനക്ക് യോജിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് മാറ്റി അധ്യക്ഷ പ്രസംഗം നടത്തുകയാണെങ്കിൽ എന്നവർ അപേക്ഷിച്ചു. അംബേദ്കർ പറഞ്ഞു അതിലൊരു കോമ പോലും മാറ്റാൻ പറ്റില്ല. ആ നടക്കാതെ പോയ അധ്യക്ഷ പ്രഭാഷണമാണ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതി നിർമൂലനം എന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതി. ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് ചണ്ഡാല ഭിക്ഷുകിയിൽ നമ്മൾ പറഞ്ഞ ഈ പ്രൊഫസർ ലക്ഷ്മി നരസു, ആ ലക്ഷ്മി നരസു ബുദ്ധമതത്തെക്കുറിച്ച് ആധികാരികമായി പഠിച്ചിട്ടുണ്ട്. അംബേദ്കറും ബുദ്ധമതത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ബുദ്ധൻ്റെ ഇടപെടലുകളെ താരതമ്യപ്പെടുത്തിയിട്ടുള്ളത് 1789 ഫ്രഞ്ച് വിപ്ലവത്തോടാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മഹത്തായ ആശയത്തോടാണ്. പറഞ്ഞു വരുന്നത് ഭരണഘടനയും ജാതിയും എന്ന ഏറ്റവും ചെറിയൊരു പ്രബന്ധം, ആ ഒരൊറ്റ പ്രബന്ധം മതി മഹാത്മാ അംബേദ്കറുടെ സ്മരണകൾ ഇരമ്പുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ നിവർത്തി വായിക്കാൻ. 2.5 പേജ് മാത്രമുള്ള ഒരു പ്രബന്ധം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അന്യനായ യൂറോപ്യൻ നിഷ്പക്ഷനാണ്. അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലും ഈ പ്രസ്താവന 100% ശരിയാണ്. കാരണം കേണൽ മൺട്രോ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഇവിടെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് ചെയ്യുന്ന കുറ്റം നോക്കിയിട്ട് ശിക്ഷ വിധിക്കുന്നതിന് പകരം ആരാണ് കുറ്റം ചെയ്തത്, ഏത് ജാതിയിൽപ്പെട്ട ആളാണ് കുറ്റം ചെയ്തത് എന്ന രീതിയിൽ ശിക്ഷ വിധിക്കുന്ന സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. ഒരു ജനായത്വം അതിലുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഏറ്റവും വലിയ തെറിയായി പരിഗണിക്കപ്പെടുന്ന, ആ തെറിയായി പരിഗണിക്കുന്നതിന് എന്തെങ്കിലും യുക്തിയുണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. നീ എൻ്റെ രോമത്തോടെ വീഴുള്ളൂ എന്ന് പറയുമ്പോൾ, രോമം എന്നുള്ള വാക്കിന് പകരം മറ്റു വാക്ക് ഉപയോഗിക്കാം, പക്ഷേ അങ്ങനെ പറയുമ്പോൾ അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്.
ആ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു സവർണൻ അവർണനെ കൊന്നാൽ പരമാവധി കിട്ടാവുന്ന ശിക്ഷ കൊല നടത്തിയ സവർണൻ്റെ തല മുണ്ടനം ചെയ്യും. ഒരു സൗജന്യ ക്ഷൗരം ഒത്തുകിട്ടും ഒരു കൊല നടത്തിയാൽ. ആലോചിച്ച് നോക്കൂ. ആ സന്ദർഭത്തിൽ നിന്നാണ് ഞാൻ നിന്നെ കൊന്നാൽ എനിക്ക് പരമാവധി നഷ്ടപ്പെടാനുള്ളത് ഈ ഒരു രോമം മാത്രമാണ്. ഈ തെറിയുടെ വേര് നിൽക്കുന്നത് ജാതി മേൽക്കോയ്മയിലാണ്. എന്നാൽ ഒരു അധസ്ഥിതൻ അടിസ്ഥാന ജനത ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ വലിയ ശിക്ഷ. ഇങ്ങനെ ജാതി നോക്കി ശിക്ഷ വിധിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് കുറ്റം നോക്കി ശിക്ഷ വിധിക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള മാറ്റം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് ആഗമനത്തോടെയാണ് എന്നതുകൊണ്ടാണ് അംബേദ്കർ ഭരണഘടനയെക്കുറിച്ചുള്ള തൻ്റെ പ്രബന്ധത്തിൽ യൂറോപ്യനായ അന്യൻ നിഷ്പക്ഷനാണ് എന്ന് പറയാൻ. ആ പറച്ചിൽ എത്രമാത്രം പരമാർത്ഥമാണ് എന്ന് നമ്മൾ ഓരോ സംഭവം വിശകലനം ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് 1789 ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് നമ്മുടെ ഭരണഘടന ഊർജ്ജം സ്വീകരിച്ചിട്ടുണ്ട്. 1917 സോവിയറ്റ് വിപ്ലവത്തിൽ നിന്ന്. ഫ്രഞ്ച് വിപ്ലവത്തിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യമാണെങ്കിൽ സോവിയറ്റ് വിപ്ലവത്തിൽ ഭൂമി, സമാധാനം, അപ്പം എന്ന മുദ്രാവാക്യമാണ് പ്രധാനമായും രൂപപ്പെട്ടത്. സോവിയറ്റ് യൂണിയനിലെ പഞ്ചവത്സര പദ്ധതിയിൽ നിന്ന്, ബ്രിട്ടനിലെ പാർലമെൻറ്റിൽ നിന്ന്, അമേരിക്കയിലെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ നിന്ന്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു സാർവദേശീയ മാനം നൽകുന്നതിൽ അംബേദ്കർ വഹിച്ച പങ്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അർത്ഥത്തിലാണ് അത് ഇന്ത്യൻ ഫാസത്തിന് ഏറ്റവും ഭയമുണ്ടാക്കുന്ന ഒന്നായിത്തീരുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖവും സത്യത്തിൽ മനുസ്മൃതിക്കെതിരെയുള്ള ഒരു വലിയ യുദ്ധപ്രഖ്യാപനമാണ്. കാരണം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു വാചകമാണ്, പക്ഷേ അതാണ് നമ്മുടെ ഭരണഘടനയുടെ നട്ടെല്ല് എന്ന് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്യം. വ്യത്യസ്ത ജാതികളിലും മതങ്ങളിലൊക്കെ പെട്ട് നിൽക്കുന്ന മനുഷ്യർ അവരെ ചേർത്ത് നിർത്തുന്ന സാഹോദര്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്ന, അംബേദ്കർ പറയുന്നുണ്ട്, ഇന്ത്യ പോലുള്ള ഒരു ജാത്യാധിപത്യ രാജ്യത്ത് ജനായത്തം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്ര ശരീരത്തിൻ്റെ മേൽപ്പാളി മാത്രമാണ്. അതിൻ്റെ അടിയിലൊക്കെ കിടക്കുന്നത് ഈ ജാതി മേൽക്കോയ്മയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് നിതാന്തമായ ജാഗ്രത പുലർത്തുന്നില്ലെങ്കിൽ നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രപ്രസിദ്ധമായ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾക്കൊരു വോട്ട് എന്ന തത്വം നടപ്പിലായി കഴിഞ്ഞു. അത് ഒരു വലിയ ചുവടുവെപ്പാണ്. എന്നാൽ ഒരാൾക്കൊരു മൂല്യം എന്നത് നടപ്പിലായിട്ടില്ല. ഈ വൈരുദ്ധ്യം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വലിയ വെല്ലുവിളിയായിത്തീരും. അതുകൊണ്ട് അത് പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ജാതിരഹിതമായൊരു സമൂഹം നിലവിൽ വരണം എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഞാൻ പറഞ്ഞു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജാതി നശീകരണത്തിന് വേണ്ടി രൂപപ്പെട്ട സഭയ്ക്ക് പോലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ ഗാംഭീര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ അർത്ഥത്തിൽ ഭരണഘടന എന്ന് പറയുന്നത് ഭരണവ്യവസ്ഥക്കുള്ള ഒരു ചട്ടക്കൂട് എന്ന പരിമിതമായ അർത്ഥത്തിൽ ചുരുക്കി കാണുന്നതിന് പകരം, അതോടൊപ്പം തന്നെ അംബേദ്കറുടെ പ്രസിദ്ധമായൊരു പ്രയോഗം നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. ഒരു നല്ല ഭരണഘടന ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അത് കൈകാര്യം ചെയ്യുന്നവർ അത്ര നല്ലവരല്ലെങ്കിൽ അത് വലിയ അപകടമുണ്ടാക്കും എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ സംസാരിക്കുന്ന ഈ ദിവസം മാത്രം പല അർത്ഥത്തിൽ പ്രസക്തമാണ്. കാരണം ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഒരു വലിയ പ്രതീകം തച്ചു തകർക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ദിവസം ഓർമ്മിക്കേണ്ടതാണ്. ഡിസംബർ 5 അല്ല, ഡിസംബർ 7 അല്ല, ഡിസംബർ 6 അവർ തിരഞ്ഞെടുത്തത് എന്നുള്ളത് അവരുടെ പരോക്ഷമായുള്ള യുദ്ധം ആർക്കെതിരാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിൻ്റെ വളരെ വിശദമായുള്ള ഒരു ആലോചനയിലേക്ക് ഞാൻ കടക്കുന്നില്ല. പകരം
ഇത് അവസാനിപ്പിക്കുമ്പോൾ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് മതനിരപേക്ഷമായ മാനവികമായ സൗഹൃദത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിതം ഇന്ത്യക്കാർക്ക് സാക്ഷാത്കരിക്കാൻ സഹായകമായ ഒട്ടേറെ ആശയങ്ങൾ അംബേദ്കറുടെ കൃതികളിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒറ്റ കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അറിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് മൗലികമായിട്ട് എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ജാതി എന്നുള്ളത് ഇന്ത്യൻ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മതം വിട്ട മനുഷ്യന്മാർ ധാരാളം ഉണ്ടാവും, പക്ഷെ ജാതി വിടാൻ പറ്റില്ല. ജാതിയുടെ പേരിൽ നടന്ന ആക്രമണങ്ങളുടെ ഒരു നീണ്ട പട്ടികയുണ്ട്. ആനന്ദ് തെന്തുൽത്തെ പേഴ്സിസ്റ്റൻസ് ഓഫ് കാസ്റ്റ്, ജാതി ഒരു വിടാപ്പിടിയായിട്ട്, നമ്മൾ ജാതി വിട്ടാലും നമ്മളെ ജാതി വിടാത്ത ഒരു വിടാപ്പിടിയായി ജാതി തുടരുന്ന ഒരവസ്ഥ എല്ലാ ജീവിതത്തിൻ്റെ ചുവടുവെപ്പുകളും, അതായത് സംസാരിക്കുന്ന ഭാഷയിൽ, ഭക്ഷണ സംബന്ധമായ സമീപനങ്ങളിൽ, എല്ലാറ്റിലും ജാതിയുടെ മേൽക്കോയ്മ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ജാതിരഹിതമായ മതനിരപേക്ഷമായ ഒരു സാമൂഹ്യ ജീവിതം സാക്ഷാത്കരിക്കാനുള്ള ആശയസമരത്തിൽ, പ്രായോഗിക സമരത്തിൽ പങ്കെടുത്ത മഹാത്മാ അംബേദ്കറുടെ സ്മരണ തീർച്ചയായിട്ടും ഒരു ജനാധിപത്യവാദിക്ക് ഊർജം പകരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം ജീവിച്ചത്, അദ്ദേഹത്തിന് വിദ്യാലയങ്ങളിലൊക്കെ അനുഭവപ്പെട്ടുള്ള അവസ്ഥ, അതിൽ നിന്ന് നിരന്തരമായ ജനായത്തത്തിൻ്റെ ഇടപെടൽ നിമിത്തം കുറച്ചൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് പരമാർത്ഥമാണ്. പക്ഷേ ഇനിയും പ്രത്യക്ഷ ജാതി ഇല്ലാത്ത സ്ഥലത്ത് പ്രച്ഛന്ന ജാതി പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ ഫാസിസ്റ്റുകൾ അവരുടെ സാംസ്കാരിക വേര് ആഴ്ന്നു കിടക്കുന്നത് ജാതി മേൽക്കോയ്മയിലാണ്. അവരുടെ സാമ്പത്തികമായ താല്പര്യങ്ങൾ കോർപ്പറേറ്റ് മൂലധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സാധാരണഗതിയിൽ പറയുന്നത് പോലെ ഇന്ത്യൻ ഫാസിസത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് 1925 തുടങ്ങിയുള്ള 2025 100 കൊല്ലമല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പിറകിലേക്ക് അതിൻ്റെ ചരിത്രം വ്യാപിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അതിൻ്റെ പേര് ജാതി മേൽക്കോയ്മയിലാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ പേടി സ്വപ്നങ്ങളിൽ ഒന്നാണ് ഇന്നും അംബേദ്കറുടെ സ്മരണ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.